നമസ്കാരം. ജ്യോതിർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും. പലരും ഈ ഘട്ടത്തിൽ തളർന്നു വീഴുകയാണ് പതിവ്. എന്നാൽ ഇത്തരം വീഴ്ചകളിൽ തളരാതെ തല ഉയർത്തി നിൽക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധികളെയും ചിരിച്ചുകൊണ്ട് നേരിടുന്നവരായിരിക്കും. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ കോടീശ്വര യോഗമുള്ളവരുമായിരിക്കും. ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് ഇവർക്ക് കോടീശ്വര യോഗം കാണുന്നത്. കോടീശ്വര യോഗമുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തേത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തികയിൽ ജനിച്ചവർ തേജസ്സികളും പ്രഭുതുല്യരും വിദ്യയോടും ധനത്തോടും കൂടിയവരുമായിരിക്കും. എതിർപ്പുകളെ അതിജീവിച്ച് എന്ത് ത്യാഗം സഹിച്ചും ഇവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. സ്വന്തം പ്രവൃത്തി കൊണ്ട് മാത്രമേ കാർത്തികക്കാർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. 57 വയസ്സിന് ശേഷം നല്ല സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ചിത്തിര നക്ഷത്രക്കാർ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഭയപ്പെടുന്നവരല്ല. ഈ നക്ഷത്രക്കാർ എല്ലാ പ്രശ്നങ്ങളും വാശിയോടെ അഭിമുഖീകരിക്കുകയും അവയിൽ വിജയിക്കുകയും ചെയ്യും. തളർന്നിരിക്കാൻ തയ്യാറായ കൂട്ടരല്ല ഇവർ. ഏത് സാഹചര്യത്തിലും കർമ്മനിരതരാവാൻ പ്രത്യേക കഴിവുള്ളവരായിരിക്കും. വിശ്രമം എന്നത് ഇവരുടെ നിഘണ്ടുവിൽ ഉണ്ടായിരിക്കുകയില്ല. ഉത്രാടം നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കഠിന പരിശ്രമശാലികളായതിനാൽ ഏത് തൊഴിൽ ചെയ്യാനും സന്നദ്ധരായിരിക്കും ഇവർ. അതിൽ പ്രാവീണ്യം തെളിയിക്കുകയും ചെയ്യും. എല്ലാ മേഖലയിലും മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ. പൂരുരുട്ടാതി നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ ഏത് സാഹചര്യത്തിലും നിരാശരാവുകയില്ല. ശുഭാപ്തി വിശ്വാസം ഈ കൂട്ടരുടെ മുഖ്യ മുദ്രയാണ്. അടുക്കും ചിട്ടയോടും കൂടിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും പൂരുരുട്ടാതി നക്ഷത്രക്കാർ. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ധൈര്യത്തോടെ പുറത്തു വരാൻ പ്രത്യേക കഴിവുള്ളവരുമായിരിക്കും. അവസാനത്തേത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ശത്രുക്കളുടെ മേൽ എപ്പോഴും വിജയം കൈവരിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. പരാജയത്തിൽ തളരാതെ കഠിനാധ്വാനത്താൽ വിജയത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. സമൂഹത്തിൽ തിളങ്ങുന്ന ഈ കൂട്ടർ എല്ലാ മേഖലയിലും അംഗീകാരം ലഭിക്കുന്നവരുമായിരിക്കും. ഈ പറഞ്ഞ 5 നക്ഷത്രക്കാരും ജീവിതത്തിൽ കോടീശ്വര യോഗമുള്ള നക്ഷത്രക്കാരായിരിക്കും. നന്ദി, നമസ്കാരം.